ഹായ്, ഹലോ, ഹൗ ആർ യു? എല്ലാവരും ഹാപ്പി അല്ലേ? എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ, സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എവിടെ എത്തി? എന്തായി? പഠിച്ചൊക്കെ തുടങ്ങിയോ? എക്സാംസ് ഒക്കെ വരാനായി അല്ലേ? പിന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ എത്തി നിങ്ങളുടെ? എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി നമ്മളെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നുണ്ടോ? എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ? സന്തോഷം. അപ്പോൾ നന്നായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ബോർഡിൽ കാണിച്ചു തരുന്ന ക്വസ്റ്റ്യൻസുകളാണെങ്കിലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണെങ്കിലും നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക. മാത്സ് മാത്രമല്ല, മറ്റ് സബ്ജക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസുകളായിട്ട് അതങ്ങനെ വായിച്ചു ഫെമിലിയർ ആയിരിക്കണം. എപ്പോഴും നമ്മൾ അതായിട്ട് ഒരു ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാംസ് വരികയാണെങ്കിലും ഇനി ഭാവിയിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് മാത്രമല്ല, വേറൊരു കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് ഉപയോഗിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ആ ഒരു വിജയം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി മുതൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കൂടി നമ്മുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാണ്. സോറി, നെക്സ്റ്റ് ചാപ്റ്ററിലോട്ടല്ല, നെക്സ്റ്റ് സെക്ഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു പെന്നും പെൻസിലിന്റെ ഇതായിരുന്നു. അത് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 40 നമുക്കുണ്ട്. എന്താ നോക്കൂ, ക്വസ്റ്റ്യൻ എന്താ നോക്കൂ നിങ്ങള്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? യെസ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ പ്രൈസ് ഓഫ് എ 4 pen and 3 pencil അല്ലെ? ദ പ്രൈസ് ഓഫ് എ 4 pen and 3 pencil is 66 rupees അല്ലെ? 66 rupees. The price of 7 pencil and 3 pencil is 111 rupees. What is the price of the pen? Okay, ഒരു പെന്നിന്റെ പ്രൈസ് എന്താണ്? Then the price of the pencil. അങ്ങനെയാണെങ്കിൽ പെൻസിലിന്റെ റേറ്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ക്ലിയർ ആണല്ലോ? നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു പെൻസിൽ ഉണ്ട് അല്ലെ? ഒരു നമ്മുടെ ദാമു എന്ന് പറയുന്ന കുട്ടി, നമുക്കൊരു പേരിടാം. ദാമു എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്യാണ്? ഷോപ്പിലോട്ട് പോകുന്നു. ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആദ്യം എന്ത് ചെയ്തു മക്കളെ? എന്ത് ചെയ്തു? 4 പെന്നാ വാങ്ങിയത് അല്ലെ? എത്ര പെന്നാണ് വാങ്ങിയിട്ടുള്ളത്? 4 പെൻ വാങ്ങി. ഓക്കെ, നമുക്ക് പി എന്ന് ഡിനോട്ട് ചെയ്യാം പെന്നിനെ. ദെൻ പിന്നെന്താ പറയുന്നത്? ആൻഡ് 3 പെൻസിൽ. എത്ര പെൻസിൽ വാങ്ങി? 3 പെൻസിൽ. ഓക്കെ, 3 പെൻസിൽ. അതിന് എത്ര രൂപയായി എന്നാ പറഞ്ഞത്? 66 റുപ്പീസ്. എത്രയാണ് ആയിട്ടുള്ളത്? 66 റുപ്പീസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ദ പ്രൈസ് ഓഫ് 7 പെൻ അല്ലെ? എത്ര പെന്നാണ്? 7 പെൻ. 7 പെൻ എത്രയാ? ആൻഡ് 3 പെൻസിൽ ഈസ് 111 റുപ്പീസ്. എത്രയാണ്? 111 റുപ്പീസ്. സോ നമ്മൾ 3 പെൻസിൽ ഈക്വൽ ടു 111 റുപ്പീസ് ആണല്ലോ? ആണ്. ഇനി ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു പെന്നിന്റെ റേറ്റ് എന്താണ്? ഒരു പെൻസിലിന്റെ റേറ്റ് എന്താണ്? കണ്ടെടുത്താൻ സുഖല്ലേ? സിമ്പിൾ അല്ലേ? എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ പെന്നിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് എക്സ് ബി ദി പ്രൈസ് ഓഫ് പെൻ. പെന്നിന്റെ ഇതെന്ന് പറയുന്നത് എക്സ് എന്നും then ലെറ്റ് പെൻസിൽ നമ്മൾ എന്തെടുക്കുന്നു? പെൻസിൽ ഈക്വൽ ടു വൈ എന്നെടുക്കുന്നു. പെൻസിലിന്റെ പ്രൈസ് ആണ് y ആൻഡ് പെന്നിന്റെ പ്രൈസ് ആണ് x. അപ്പൊ നമ്മൾ അറിയാത്ത രണ്ട് കാര്യങ്ങള് നമ്മൾ എടുത്തു. ഓക്കെ ആണല്ലോ? ഓക്കെ, ബോർഡ് കാണുന്നില്ല അല്ലെ? ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ 4 പെൻ ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? പെൻസിലും നമ്മൾ അവിടെ എടുത്തു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നോക്കൂ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ നമ്മൾ ചെയ്യണം?
നോക്കൂ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഇക്വേഷൻ ഫോമിലോട്ട് നമ്മൾ അതിനെ കൊണ്ടുവരണം. സോ നമ്മൾ എങ്ങനെ എഴുതും, 4x പ്ലസ് പറയൂ 4x പ്ലസ് 3y ഈക്വൽ ടു 66 റുപ്പീസ്. എത്രയാണ്? 66 റുപ്പീസ്. ക്ലിയർ ആണോ? ദെൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ എന്താണ് സെക്കൻഡ് ഇക്വേഷൻ മക്കളെ? പറഞ്ഞേ. 7x എന്താണ്? 7x പ്ലസ് 3y ഈക്വൽ ടു 111 റുപ്പീസ്. 111 റുപ്പീസ്. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹിയർ ദ നമ്പർ ഓഫ് ദ പെൻസിൽ എന്താണ്? സെയിം ആണ് അല്ലെ? ഇവിടെ നോക്കൂ, ഇവിടെ 2ഉം 3 ആണ്. അപ്പൊ നമ്മൾ ഇതിൽ മാറ്റം ഒന്നും വരുത്തേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. RHS എവിടെയാണോ വലുത് അതാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ആണ് ഇവിടെ വലുത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യുക? കുറക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? y പോയി കിട്ടും. ദെൻ x മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കൂ, 7x പ്ലസ് 3y ഈക്വൽ ടു 111 മൈനസ് 4x പ്ലസ് 3y ഈക്വൽ ടു 66. ഇത് നമ്മൾ ചെയ്തു വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? പറഞ്ഞേ, എന്താ നമ്മൾ കിട്ടുക? പറയൂ, എന്താ നമ്മൾ കിട്ടും? യെസ്, വെരി ഗുഡ്. എന്താണ്? നമുക്ക് അറിയാം 7x നിന്ന് 4x കുറച്ചാൽ 7x നിന്ന് 4x കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 3x എന്നാവും അല്ലെ? ദെൻ 3y ക്യാൻസൽ ചെയ്യപ്പോ ദെൻ അവിടെ 0. ദെൻ 111 മൈനസ് 66 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. എന്ത് കിട്ടും? 45. സോ നമുക്ക് ഇവിടെ 3x is equal to 45 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? 3x എന്ത് കിട്ടിയിട്ടുണ്ട്? 3x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയിട്ടുണ്ട് മക്കളെ? 3x is equal to 45 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3x ലെ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് 3 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താകും? യെസ്, അത് ഡിവിഷൻ ആകും. സോ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ 45 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? നമുക്ക് എന്താണ് കിട്ടുക? പറയൂ. 15. സോ ദ പ്രൈസ് ഓഫ് ദ പെൻ ഈസ് എന്താണ് മക്കളെ? 15 എന്ന് കിട്ടും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുത്ത് നോക്കൂ. എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എക്സിന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു ഇവിടെ? 4x പ്ലസ് 3y ഈക്വൽ ടു 66. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 into 15 പ്ലസ് പിന്നെന്തായിരുന്നു? 3y. ദെൻ 3y ഈക്വൽ ടു 66 എന്ന് കിട്ടും. എന്ത് കിട്ടും? 66 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ബോർഡിൽ എഴുതിയത് ക്ലിയർ ആണോ? ഇത് 15 ആണ് കേട്ടോ, തെറ്റിക്കരുതേ. ഇതെന്താണ്? 15. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 into 15 എന്ന് നമ്മൾ കിട്ടി. ദെൻ പ്ലസ് 3y ഈക്വൽ ടു ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 into 15 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പറയാം? 60 എന്ന് കിട്ടും. എത്ര കിട്ടും? 60. സോ 60 പ്ലസ് 3y ഈക്വൽ ടു 66. ഓക്കെ ആണോ? ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 16 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. 16 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവിടെ എന്താ പിന്നുള്ളത്? 3y അല്ലെ? അപ്പോ 3y ഈക്വൽ ടു എന്ത് വരും? 66 മൈനസ് 60. സിമ്പിൾ. 66 മൈനസ് 60. ദെൻ 66 മൈനസ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് നമുക്ക് കിട്ടും. സോ 3y ഈക്വൽ ടു 6 എന്ന് കിട്ടി. ദെൻ y-നെ നമ്മൾ അവിടെ വെക്കുന്നു, 3-നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പൊ നമ്മൾ എന്ത് വരും? y ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 3. അതെന്താന്ന് എല്ലാവർക്കും അറിയോ? എന്താണ്?
y നമുക്ക് എന്ത് കിട്ടി? y നമുക്ക് 2 എന്ന് കിട്ടി. y നമുക്ക് എന്ത് കിട്ടി? y നമുക്ക് എന്ത് കിട്ടി മക്കളെ? y എന്ത് കിട്ടി? 2 കിട്ടി. y എന്താ കിട്ടിയത്? 2 നമ്മൾക്ക് കിട്ടി. കിട്ടിയോ? കിട്ടി. സോ നമ്മൾ ലാസ്റ്റ് എന്ത് എഴുതണം? മക്കളെ? ലാസ്റ്റ് നമ്മള് പെന്നിന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? therefore pen is equal to pen price എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 and പെൻസിലിന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 2 rupees. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. The perimeter of a rectangle is 26 centimeter and another rectangle with the twice the length and thrice the width has the perimeter is 62 centimeter. What are the length? What are the length and the breadth of the first rectangle എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ നമ്മൾക്ക് എന്തുണ്ട് മക്കളെ? ഒരു റെക്ടാങ്കിൾ ഉണ്ട്, 2 റെക്ടാങ്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ റെക്ടാങ്കിൾ നമ്മൾ എടുക്കുന്നു. വി ആർ ടേക്കിംഗ് എ 1 റെക്ടാങ്കിൾ. ഓക്കെ ആണോ? 1 റെക്ടാങ്കിൾ എടുത്തോ. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ലെങ്ത് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഇതിന്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് y എടുത്തു. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ആൻഡ് y ബി ദ ബ്രെഡ്ത്ത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞത്? വേറൊരു റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, വേറൊരു റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? വേറെ റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? മുൻപുണ്ടായിരുന്ന റെക്ടാങ്കിളിനേക്കാൾ മുൻപുണ്ടായിരുന്ന റെക്ടാങ്കിളിനേക്കാൾ എന്താണ് എന്നാ പറഞ്ഞത്? ലെങ്ത് എന്ന് പറഞ്ഞത് 2 തവണയും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത് 3 തവണയും കൂട്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് എന്ന് പറയുന്നത് 2 തവണ അല്ലെ, ലെങ്ത് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ 2 ടൈംസ്. സോ ഇവിടെ 2x ഉം ഇവിടെ 3x ഇതിന്റെ പെരിമീറ്റർ അപ്പൊ എത്ര എന്നാ പറഞ്ഞത്? 62 എന്ന് നമ്മളോട് പറഞ്ഞു. സോ നമുക്ക് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ അറിയാലോ. എന്താണ്? 2 into L plus B ആണല്ലോ, ഓർമ്മയുണ്ടല്ലോ. സോ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു? 2 into L എന്ന് പറയുന്നത് എന്താണ്? x plus B എന്ന് പറയുന്നത് എന്താണ്? y equal to 26 എന്ന് കിട്ടി. താഴോട്ട് വരൂ. താഴത്തോ എങ്ങനെ എഴുതാം? 2 into 2x plus 3y equal to 62 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഈക്വൽ ടു 62 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 നമ്മൾ അടുത്ത സൈഡോട്ട് കൊണ്ടുപോകുന്നു. സോ നമ്മൾക്ക് എങ്ങനെ എഴുതാം? x plus y equal to എന്താണ്? x plus y is equal to 26/2. ഇതെന്താ വരിക? അപ്പോ എന്ത് വരും മക്കളെ? x plus y equal to 26/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും അറിയോ? x plus y equal to 13 എന്ന് കേട്ടോ. So this was our first equation. Okay ആണോ? Then what about the second equation? Second equation എന്ന് പറഞ്ഞാൽ എന്താണ്? x plus y equal to 62 divided by 2. നമുക്ക് എങ്ങനെ വരും? 62 divided by 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറിയോ? 31. So x plus y equal to 31. So നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനും കിട്ടി, സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞേ? നമുക്കിവിടെ ഇവിടെ നമുക്ക് എന്തുണ്ട്? നമ്മൾ അങ്ങ് ചുമ്മാ ഇത് പോകാൻ പാടില്ലല്ലോ. ഇവിടെ നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സോറി, ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ കിട്ടി നമുക്ക്? 2 into അല്ല നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x plus y equal to 26 divided by 2 that equal to എന്ത് കിട്ടി പറയോ? നമ്മൾക്ക് 13 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് x plus y equal to 13. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്തായാലും കിട്ടിയത് നമുക്ക് x plus y
ഈക്വൽ ടു എന്നല്ല, എക്സ് പ്ലസ് വൈ അല്ല, അവിടെ തെറ്റിയത് അല്ലെ, നമ്മളത് എക്സ് പ്ലസ് വൈ അല്ല അല്ലെ, എന്തായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് 2x ആയിരുന്നു അല്ലെ. 2x plus 3y equal to 62 divided by 2. അത് എന്താ നമുക്ക് ചെയ്താ കിട്ടുക 2x plus 3y equal to 31. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആണോ? അതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റി. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കൂ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഒരുമിച്ച് എഴുതി നോക്കും, ഒന്ന് എഴുതി നോക്കും ഒരുമിച്ച്. നമുക്ക് എങ്ങനെ വരിക, ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13. ഇവിടെയോ 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മള് ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ താഴത്തുള്ളതിന് ഏതെങ്കിലും ഒന്ന് സിമിലർ ആക്കാൻ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, താഴത്തുള്ള ഇവിടെ രണ്ടിനും കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയും 1 ആണ് ഇവിടെയും 1 ആണ്. സോ നമുക്ക് താഴത്തുള്ള ഏതെങ്കിലും ഒന്നിനെ വെച്ചിട്ട് ഹോൾ ഇക്വേഷനെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ നമ്മളിപ്പോ തൽക്കാലം എന്തെടുക്കുന്നു 2 എന്ന് നമ്മൾ എടുക്കുന്നു. സോ 2 വെച്ചിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും അറിയോ, 2x പ്ലസ് 2y ഈക്വൽ ടു 13 into 2 പറയുമ്പോ 26. അതായത് ഇക്വേഷൻ നമ്മള് ഫുൾ ഓൺ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഇക്വേഷൻ 2 കൊണ്ടല്ല, നമ്പർ 2 കൊണ്ട് കേട്ടോ. ഇതിനെ നമ്മള് ഇൻറ്റു 2 ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇത് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട് 1 നമുക്ക് മൈനസ് ചെയ്യാം പറ്റൂലേ? പറ്റും. നമ്മൾ നോക്കൂ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും, 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 31 മൈനസ് 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക മക്കളെ, 5 എന്ന് കിട്ടും. എന്താ കിട്ടുക, 5 എന്ന് കിട്ടും. ദെൻ 3y മൈനസ് 2y പറഞ്ഞാൽ എന്താണ്, 1 എന്ന് കിട്ടും. 1y അല്ലെ, അപ്പൊ അത് y എന്ന് കിട്ടും. ദെൻ 2x മൈനസ് 2x പറഞ്ഞാൽ 0, അത് പോയി. ദെൻ y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. y എന്ന് എന്ത് കിട്ടി, നമുക്ക് 5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത y കിട്ടി. ഇനി നമ്മൾ x കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് പ്ലസ് വൈ ആയിരുന്നു അല്ലെ. അപ്പൊ അവിടെ നമ്മള് വൈന് എന്ത് കൊടുക്കുന്നു, 5 കൊടുക്കുന്നു. സോ എക്സ് പ്ലസ് 5 ദാറ്റ് ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു 13 ആയിരുന്നു അല്ലെ, 13. ദെൻ 5 നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 13. 5 വരുമ്പോ എന്താവും, -5 ആവും അല്ലെ. ദെൻ 13 മൈനസ് 5 ആകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. സോ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 8ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, 5ഉമാണ്. ക്ലിയർ അല്ലേ? സോ therefore the length of the first rectangle equal to 5 and the breadth അല്ലെ, ബ്രെഡ്ത്ത് എന്താ കിട്ടിയ നമുക്ക്, 5 അല്ല കേട്ടോ, 8 ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. എന്താ ക്വസ്റ്റ്യന്, when a vessel was filled and emptied 5 times and a big one 2 times into a bucket, it contains 20 liters, and instead when this was done twice with a small vessel and thrice with the big, then it contains 90 liters. അങ്ങനെയാണെങ്കിൽ how much can vessel hold എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യാനറിയോ, ഒരു ബക്കറ്റ് എടുത്തോ. ഈ ബക്കറ്റില് ഫസ്റ്റ് ഒരു വലിയ പാട്ടയുണ്ട്, ചെറുതുണ്ടെന്ന് വിചാരിക്കാം. 2 പാത്രങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റ് പാത്രം എന്ന് പറഞ്ഞാൽ ചെറുതും, അതെന്ത് ചെയ്തു, എത്ര തവണ വെച്ചറിയാം, 5 തവണ ബക്കറ്റ് ഒഴിച്ചു. ദെൻ വലുത് 2 തവണ വെച്ചപ്പോൾ നമുക്ക് 20 ലിറ്റർ ആണ് കിട്ടിയത്. ഓക്കെ ആണോ? ദെൻ രണ്ടാമത് വീണ്ടും അത് മാറ്റി ചെയ്തപ്പോ എങ്ങനെ ചെയ്തത്, 3 വട്ടം വലുത് കൊണ്ടും 2 വട്ടം ചെറുത് കൊണ്ട് വെച്ചപ്പോ 90 ലിറ്റേഴ്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? ഇവിടെ നമ്മള് എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് എടുക്കാണ്? സ്മോൾ വെസൽ ആണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, let x be the small vessel. സ്മോൾ എന്താണ്? സ്മോൾ വെസൽ. ഓക്കെ, then let y be the big vessel. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ഇക്വേഷൻ ഫോം ചെയ്യാണ് വേണ്ടത്. എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റത്തെ എന്താ പറഞ്ഞത്? നമ്മളോട് ഫസ്റ്റ് ആദ്യം സ്മോൾ കൊണ്ട് 5 ലിറ്ററും ദെൻ വലുത് കൊണ്ട് 2 ലിറ്ററും ഒഴിച്ചു. ദാറ്റ് ഈക്വൽ ടു 2 വട്ടം ഒഴിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. ദെൻ രണ്ടാമതോ എന്താ ചെയ്തത്? 2 വട്ടം ഒഴിച്ചു ചെറുതുകൊണ്ട്, വലുതുകൊണ്ട് 3 വട്ടം ഒഴിച്ചു. അപ്പൊ എത്ര കിട്ടി? 19. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നോക്കൂ മക്കളെ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് ഇപ്പൊ എന്താ ഡിഫറൻസ് വന്നത്? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു അറിയോ? മുകളിലത്തെ ഒരു നമ്പർ എടുത്തിട്ട് താഴത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സെയിം ഇത് കിട്ടി. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും. നോക്കൂ, 5 കൊണ്ട് 2 കൊണ്ട് ചെയ്താൽ നമുക്ക് എന്താ വരിക? 10 വരിക. ഈ 2നെ 5 കൊണ്ട് ചെയ്താലോ അപ്പോൾ നമുക്ക് 10 കിട്ടും. പക്ഷെ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അല്ലെ? നമ്മൾ ഒന്നിനെ മാത്രം ചെയ്തുകൊണ്ട് കാര്യമല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് അറിയോ? ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ കിട്ടിയത് മനസ്സിലായോ? ഇവിടെ 5 ഇതാണ്, അതുകൊണ്ടാണ് ഇവിടെ 5ഉം ഇവിടെ 2 ഇവിടെ ഇതിൽ 2 കൊടുക്കാൻ കാരണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കൂ? 5x എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 5x എന്ന് പറയുമ്പോൾ 10x പ്ലസ് 4y ഈക്വൽ ടു 40. ഓക്കെ ആണോ? ദെൻ 2x പറയുമ്പോൾ 2 × 5 പറയുമ്പോൾ എന്താ? 10x പ്ലസ് 3y എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15y ഈക്വൽ ടു 19 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 19 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 95 എന്ന് കിട്ടാം. എന്താ കിട്ടാം? 95. അപ്പൊ നമുക്ക് രണ്ടടുത്ത് വേറെ 2 ഇക്വേഷനുകൾ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ. സോ നമ്മൾ അതിനെ മാറ്റി ഇനി കുറക്കാം അല്ലെ? അപ്പോ 10x പ്ലസ് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നെ? 15y ഈക്വൽ ടു 95. ഇതല്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? യെസ്, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? സെക്കൻഡ് അല്ല, ഫസ്റ്റ് ഇക്വേഷൻ 10x പ്ലസ് 4y അല്ലെ? 4y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 40. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 95 മൈനസ് 45 എന്ന് പറഞ്ഞാൽ നമുക്ക് 55 എന്ന് കിട്ടും. എന്താ കിട്ടുക? 55. ദെൻ 15 മൈനസ് 4y എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞേ. 11y എന്ന് കിട്ടും. എന്താ കിട്ടുക? 11y എന്ന് കിട്ടും. ദെൻ ഇത് നമുക്ക് 0 ആയി പോയി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 11 നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. സോ y ഈക്വൽ ടു 55 ഡിവൈഡഡ് ബൈ 11. ഇങ്ങനെ വന്നാൽ മനസ്സിലായല്ലോ? യെസ്, ക്ലിയർ ആണല്ലേ? ദെൻ 55 നമ്മൾ ചെയ്യുമ്പോൾ 5 എന്ന് എന്ത് കിട്ടും? y എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ദെൻ y നമുക്ക് കിട്ടി കഴിഞ്ഞാൽ x ആണ്. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്താ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ? 5x പ്ലസ് 2y അല്ലെ? അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. 5x നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്? y കിട്ടി അല്ലേ? അപ്പോ 5x പ്ലസ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇൻറ്റു 5 ഈക്വൽ ടു 20. ദെൻ 5x അവിടെ വെക്കുക. 2 ഇൻറ്റു 5 പറഞ്ഞാൽ എന്താ? പ്ലസ് 10 ദാറ്റ് ഈക്വൽ ടു 20. ദെൻ 10 നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. സോ 5x ഈസ് ഈക്വൽ ടു 20. ഇവിടെ പ്ലസ് 10 ആണ്. സോ അത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് 10 ആകും. ക്ലിയർ ആണോ? ദെൻ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5x ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ദെൻ നമ്മൾ എക്സിനെ അവിടെ വെക്കുന്നു. ദെൻ 10 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 ആകും. ദാറ്റ് ഈക്വൽ ടു 10 divided by 5 that equal to 2. Therefore x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. സോ രണ്ടിന്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലായല്ലോ. സോ സ്മോൾ
വെസലിന്റെ എത്രയാണ് മക്കളെ പറഞ്ഞേ? നമുക്ക് എക്സ് കൺസിഡർ ചെയ്തു അല്ലെ. എത്ര കിട്ടി നമുക്ക്? 2ഉം ബിഗിന്റെ നമുക്ക് എത്ര കിട്ടി മക്കളെ? y അല്ലെ. y നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ക്ലിയർ ആണോ? മനസ്സിലായോ? പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞു തന്നതിൽ ഏതെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ എന്തുണ്ട്, 1-to-1 ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്ട് വൈസ് ടീച്ചേഴ്സ്, മെന്റർഷിപ്പ്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഒക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ്സുകളും ഇതുപോലെ ഓരോ ടീച്ചേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ടാവും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.